ക്രിസ്മസ് ആയിട്ട് തൃശ്ശൂരിൽ വടക്കും തെക്കും ഒക്കെ പല പരിപാടികളും നടക്കുന്നുണ്ട്. തെക്ക് ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പുതിയ പദ്ധതി. അപ്പോൾ വടക്ക് ഭാഗത്ത് എന്ത് തരം പദ്ധതിയാണെന്ന് നോക്കാം. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും എല്ലാം ഒരു ആഘോഷ ഉത്സവമാണ്. ഇതും പദ്ധതിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് സംശയമുണ്ടോ? ചോദിച്ചോട്ടോ, അത് ചോദിക്കണം. ചോദിച്ചോ, മേയറോട് തന്നെ ചോദിക്കാല്ലേ. എന്നോട് എന്താ ചോദിക്കാനുള്ള? സുനിലേട്ടാ, എന്താ ചോദിക്കേണ്ടത്? ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ആളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ. അതായത് മേയർക്കുള്ള ചോറ് എവിടുന്നാണ്, അതിനുള്ള കൂറ് എവിടെയാണെന്നാണ് സംശയം. അല്ല, നിങ്ങൾക്ക് ചോറോ കേക്കോ ആരെങ്കിലും എന്തെങ്കിലും തന്നിരുന്നോ? ഒരെണ്ണം എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും കൊടുത്തില്ല. പാവം മേയർ. അപ്പോൾ വീട്ടിലിരുന്ന് ആരെങ്കിലും കേക്കുമായിട്ട് വരണേന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസമെങ്കിലും സമാധാനമായി യേശു രോഗരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ. ഇത്തരം കാത്തിരിപ്പുകൾ മനസ്സിലാക്കുന്ന ഒരു ടീം അവിടെ എത്തി. കോലൻകുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് വൈകിട്ടില്ലെന്നോ? ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മേയർക്ക് ഒന്നും കൊണ്ടുവന്ന് കൊടുത്തില്ല. പക്ഷേ ഈ ടീമിനെ കണ്ടപ്പോൾ മേയറുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റൂ? ഇല്ല. പക്ഷെ തൃശ്ശൂരിൽ മേയറുടെ വീട്ടിൽ മാത്രമല്ലല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. വഴി തെറ്റി വന്നതല്ല, വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല. പാവം സുനിലേട്ടാ, വീട്ടിക്ക് കൊടുന്നു കൊടുത്തപ്പോൾ മൂപ്പർക്ക് അത് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രേ നല്ല കേക്കായിരുന്നു. അത്രേ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല. ആ കേക്കില് സുനിലേട്ടന് മധുരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്നും കാണാൻ വന്നില്ല. അതാണ് പ്രശ്നം. ഒരു കേക്കിന്റെ ഒരു കഷ്ണം കൊണ്ട് നിങ്ങൾ ആരും ആ പടി ഇതുവരെ കയറിയിട്ടില്ലല്ലോ. നിങ്ങൾക്കൊരു കേക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഒന്ന് പോയിക്കൂടായിരുന്നോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ സുനിലേട്ടന്റെ കയ്യിൽ നിന്ന് കേക്ക് കിട്ടൂല എന്ന് മനസ്സിലായതുകൊണ്ടാണ് മേയർ ഇപ്പോഴുള്ള കസേരയെന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് കിട്ടുന്ന കേക്കൊക്കെ വാങ്ങിച്ചു കൂട്ടാന്ന് തീരുമാനിച്ചത്. ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ സുനിലേട്ടാ. അപ്പൊ ഈ കസേരയെന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് മൂപ്പർക്ക് വേറെ കസേരകൾ നോക്കണ്ടേ? എന്ത് സംശയത്തിനകത്ത്? അത് അദ്ദേഹം BJPക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷന് പ്രവർത്തിച്ച ആളല്ലേ. ആള് തെളിയിക്കട്ടെ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണം. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തെളിവ് എന്ന് പറഞ്ഞാല് സുനിലേട്ടൻ മത്സരിച്ച സമയത്ത് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി നിങ്ങളൊന്ന് കാണാൻ വന്നു. MP ആള് ഫിറ്റാണ്, ഒന്നും മറക്കുന്നില്ല രാമ. അന്ന് മൂപ്പർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തു എന്നാണ് സുനിലേട്ടൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. സുനിലേട്ടൻ മത്സരിക്കുന്ന സമയത്ത് മൂപ്പരുടെ എതിർ സ്ഥാനാർത്ഥി MP സ്ഥാനത്തിരിക്കാൻ ഫിറ്റാണെന്ന് പറഞ്ഞത് മൂപ്പര് മറന്നിട്ടില്ല. എനിക്കതിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല. തൃശ്ശൂരിലെ മേയർക്ക് BJP കൊടുത്ത കേക്കിന്റെ മധുരം എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണാം.